ഹായ്, ഇന്ത്യൻ പോളിറ്റി ക്ലാസ്സിലേക്ക് സ്വാഗതം. യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. നമുക്കറിയുന്ന കാര്യമാണ്, ഇന്ത്യക്ക് ഒരു പ്രിയാമ്പിൾ ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് 25 പാർട്സ് ആണ് ഇതുവരെ ഉള്ളത്. 25 പാർട്സും 448 ആർട്ടിക്കിളുമാണ് ഇതുവരെ ഉള്ളത്. കൂടാതെ 104 അമെൻമെന്റ്സും ഉണ്ട്. 25 പാർട്സും 12 ഷെഡ്യൂൾസും 448 ആർട്ടിക്കിളും 104 അമെൻമെന്റ്സും ഇതുവരെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി വരുന്നത് പാർട്ട് 1-ലാണ്. പാർട്ട് 1-ൽ ആർട്ടിക്കിൾ 1 to 4-ലാണ് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 1-ൽ അടങ്ങിയിരിക്കുന്ന ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ കേന്ദ്രത്തെയും അതിന്റെ പ്രദേശത്തെയും കുറിച്ച് പ്രതിപാദിക്കുകയും ഇന്ത്യൻ യൂണിയന്റെ സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള ഒരു സംവിധാനം നൽകുകയും ചെയ്യുന്നു. ഭാഗം 1-ലെ ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, ഇന്ത്യയുടെ പ്രദേശം. കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ ആർട്ടിക്കിൾ 1 ഇന്ത്യയെ, അതായത് ഭാരതത്തെ, ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആയിട്ടാണ് നിർവചിക്കുന്നത്. ഭാരതത്തെ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആയിട്ടാണ് ആർട്ടിക്കിൾ 1-ൽ ഇന്ത്യയെ നിർവചിക്കുന്നത്. ഭരണഘടന ഫെഡറൽ ഘടനയിലാണെങ്കിലും രാജ്യം യൂണിയൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഫെഡറൽ ഘടനയിലാണ് നമ്മുടെ രാജ്യമെങ്കിലും യൂണിയൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അമേരിക്കൻ ഫെഡറേഷൻ പോലെയുള്ള സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ ഫലമല്ല ഇന്ത്യൻ ഫെഡറേഷൻ. ഫെഡറേഷനിൽ നിന്ന് വേർപിരിയാൻ സംസ്ഥാനങ്ങൾക്ക് ഇവിടെ അവകാശം ഇല്ല. അതിനാലാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന പദപ്രയോഗം ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നതിനേക്കാൾ മുൻഗണന നൽകിയത്. ഫെഡറേഷൻ ഒരു യൂണിയനാണ്, കാരണം അത് നശിപ്പിക്കാനാവാത്തതാണ്. ഭരണത്തിന്റെ സൗകര്യാർത്ഥം രാജ്യത്തെയും ജനങ്ങളെയും വിവിധ സംസ്ഥാനങ്ങളായി വിഭജിക്കാമെങ്കിലും രാജ്യം ഒരു അവിഭാജ്യ ഘടകമാണ്. ആർട്ടിക്കിൾ 1 അനുസരിച്ച് ഇന്ത്യയുടെ പ്രദേശത്തെ ഇനി പറയുന്ന 3 ഭാഗങ്ങളായിട്ട് തരംതിരിക്കും. സംസ്ഥാനങ്ങളുടെ പ്രദേശങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, മൂന്നാമത്തേത് എപ്പോൾ വേണമെങ്കിലും ഇന്ത്യ ഗവൺമെന്റ് ഏറ്റെടുത്തേക്കാവുന്ന പ്രദേശങ്ങൾ. ടെറിട്ടറീസ് ഓഫ് ദ സ്റ്റേറ്റ്സ്, യൂണിയൻ ടെറിട്ടറീസ്, ടെറിട്ടറീസ് ദാറ്റ് മേ ബി അക്വയർഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറ്റ് എനി ടൈം. ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്നത് ഇന്ത്യൻ യൂണിയനേക്കാൾ വിശാലമായൊരു ആവിഷ്കാരമാണ്. കാരണം ഫെഡറൽ സംവിധാനത്തിൽ അംഗത്വമുള്ള സംസ്ഥാനങ്ങൾ മാത്രമേ ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെടുന്നുള്ളൂ. ഇന്ത്യൻ ടെറിട്ടറിയിൽ സംസ്ഥാനങ്ങൾ മാത്രമല്ല, കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്ത്യ ഏറ്റെടുത്തേക്കാവുന്ന മറ്റ് പ്രദേശങ്ങളും ഉൾപ്പെടുന്നു. ഇവല്യൂഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. ഭരണഘടനയുടെ ആരംഭ സമയത്ത് ഇന്ത്യൻ യൂണിയൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. ഇന്ത്യൻ യൂണിയനിൽ സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ടിരുന്നു. അവ പാർട്ട് എ, ബി, സി, ഡി എന്നിങ്ങനെ 4 പ്രധാന വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956-ലെ 7th ഭരണഘടനാ ഭേദഗതി നിയമം 1956 എന്നിവ പ്രകാരം, ഏതൊക്കെ പ്രകാരം? സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956-ലെ, കൂടാതെ 7ാം ഭരണഘടനാ ഭേദഗതി നിയമം 1956-ലെ. ഇത് പ്രകാരം പാർട്ട് എ, പാർട്ട് ബി സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അവസാനിപ്പിക്കുകയും പാർട്ട് സി സംസ്ഥാനങ്ങൾ നിർത്തലാക്കുകയും ചെയ്തു. അങ്ങനെ 1956 നവംബർ 1-ന് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ വിഭാഗങ്ങളെയും 2ആയിട്ട് ചുരുക്കി. 1956-ന് ശേഷവും ജനകീയ പ്രക്ഷോഭങ്ങളുടെയും രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും സമ്മർദ്ദം മൂലം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം തുടർച്ചയായ മാറ്റങ്ങളിലൂടെ കടന്നുപോയി. നിലവിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഷെഡ്യൂളിൽ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പേരുകളും അവയുടെ പ്രദേശ വ്യാപ്തിയുമാണ് അടങ്ങിയിട്ടുള്ളത്. സംസ്ഥാനങ്ങളുടെ 4 പ്രധാന വിഭാഗങ്ങളുടെ വിഭജനത്തിന്റെ അടിസ്ഥാനം 7ാം ഭരണഘടനാ ഭേദഗതി. ഇതനുസരിച്ച് 4 പാർട്ടായിട്ട്
ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാഗം എ, ഭാഗം ബി, ഭാഗം സി ആൻഡ് ഭാഗം ഡി. ഭാഗം എ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ എപ്പോഴെങ്കിലും ഗവർണർമാർ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഗവർണറുടെ പ്രവിശ്യകൾ എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനങ്ങളാണ് ഭാഗം എയിൽ ഉൾപ്പെടുന്നത്. ഭാഗം എയിൽ ഉൾപ്പെടുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ എപ്പോഴെങ്കിലും ഗവർണർമാർ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഗവർണറുടെ പ്രവിശ്യകൾ എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനങ്ങളാണ്. ഭാഗം ബിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നാട്ടുരാജ്യങ്ങളായ സംസ്ഥാനങ്ങളും നാട്ടുരാജ്യങ്ങളുടെ ഗ്രൂപ്പുകളുമാണ്. ഭാഗം ബിയിൽ നാട്ടുരാജ്യങ്ങളായ സംസ്ഥാനങ്ങളും നാട്ടുരാജ്യങ്ങളുടെ ഗ്രൂപ്പുകളുമാണ്. ഭാഗം സിയിൽ മുൻ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളായിരുന്ന സംസ്ഥാനങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ചില നാട്ടുരാജ്യങ്ങളുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഭാഗം സിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മുൻ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളായിരുന്ന സംസ്ഥാനങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ചില നാട്ടുരാജ്യങ്ങളുമാണ്. ഭാഗം ഡിയിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാനമാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഭാഗം ഡിയിൽ ലഫ്റ്റനന്റ് ഗവർണർമാരുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാനമാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റാറ്റസ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. 2019 ഓഗസ്റ്റ് 5 ഇന്ത്യൻ രാഷ്ട്രപതി ഭരണഘടന ഉത്തരവ് 2019 പ്രഖ്യാപിച്ചു. ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഉത്തരവ് ഫലപ്രദമായി റദ്ദാക്കി. 1954 ഭരണഘടന ഉത്തരവിനെ ഇത് മറികടന്നു. അതനുസരിച്ച് ആർട്ടിക്കിൾ 35A കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ ചേർത്തു. ആർട്ടിക്കിൾ 35A ആർട്ടിക്കിൾ 370 നിന്ന് വന്നതാണ്. ആർട്ടിക്കിൾ 35A ആർട്ടിക്കിൾ 370 നിന്ന് വന്നതാണ്. കൂടാതെ സംസ്ഥാനത്തെ സ്ഥിര താമസക്കാരെയും അവരുടെ പ്രത്യേക അവകാശങ്ങളും നിർവചിക്കാൻ ജമ്മു ആൻഡ് കാശ്മീർ നിയമസഭയെ ഇത് അധികാരപ്പെടുത്തുന്നു. ഈ ആർട്ടിക്കിൾ 35A ആർട്ടിക്കിൾ 370 നിന്നാണ് വന്നത്. കൂടാതെ സംസ്ഥാനത്തെ സ്ഥിര താമസക്കാരെയും അവരുടെ പ്രത്യേക അവകാശങ്ങളെയും നിർവചിക്കാൻ ജമ്മു ആൻഡ് കാശ്മീർ നിയമസഭയെ ഇത് അധികാരപ്പെടുത്തുന്നു. 2019 ഓഗസ്റ്റ് 31 പ്രാബല്യത്തിൽ വന്ന ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം 2019 ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 പ്രത്യേക കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് സംസ്ഥാനത്തെ വിഭജിക്കാൻ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്. ആർട്ടിക്കിൾ 2 പ്രകാരം പാർലമെന്റിന് യൂണിയൻ അംഗത്വം എടുക്കാം, അല്ലെങ്കിൽ അതിന് അനുയോജ്യമെന്ന് കരുതുന്ന നിബന്ധനകളിലും വ്യവസ്ഥകളിലും പുതിയ സംസ്ഥാനങ്ങൾ സ്ഥാപിക്കാം. അങ്ങനെ അത് പാർലമെന്റിന് പൂർണ്ണ വിവേചന അധികാരം നൽകുന്നു. കൂടാതെ ആർട്ടിക്കിൾ 2 പാർലമെന്റിന് 2 അധികാരങ്ങൾ കൂടി നൽകുന്നു. യൂണിയൻ ഓഫ് ഇന്ത്യയിലേക്ക് പുതിയ സംസ്ഥാനങ്ങളെ പ്രവേശിപ്പിക്കാനുള്ള അധികാരം, കൂടാതെ പുതിയ സംസ്ഥാനങ്ങൾ സ്ഥാപിക്കാനുള്ള അധികാരം, അതായത് നിലവിലില്ലാത്ത ഒരു സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനുള്ള അധികാരം. ആർട്ടിക്കിൾ 2 ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ലാത്ത പുതിയ സംസ്ഥാനങ്ങളുടെ പ്രവേശനത്തെക്കുറിച്ചോ സ്ഥാപിക്കുന്നതിനെ കുറിച്ചോ ആണ് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 2 ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ലാത്ത പുതിയ സംസ്ഥാനങ്ങളുടെ പ്രവേശനത്തെക്കുറിച്ചോ സ്ഥാപിക്കുന്നതിനെ കുറിച്ചോ ആണ് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 3 പ്രകാരം താഴെ പറയുന്ന രീതിയിൽ പാർലമെന്റിന് ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുകയോ സ്ഥാപിക്കുകയോ ചെയ്യാം. ആർട്ടിക്കിൾ 3 പ്രകാരം താഴെ പറയുന്ന രീതിയിൽ പാർലമെന്റിന് ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുകയോ സ്ഥാപിക്കുകയോ ചെയ്യാം. ഏതെങ്കിലും സംസ്ഥാനത്തിൽ നിന്ന് ഒരു പ്രദേശം വേർപെടുത്തുന്നതിലൂടെയോ അല്ലെങ്കിൽ 2 അതിലധികമോ ഭാഗങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ ഭാഗങ്ങൾ സംയോജിപ്പിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്തെ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ഒരു ഭാഗത്തേക്ക് കൂട്ടിച്ചേർക്കുന്നതിലൂടെയോ. രണ്ടാമത്തേത്, ഏതൊരു സംസ്ഥാനത്തിന്റെയും വിസ്തീർണം വർദ്ധിപ്പിക്കുന്നതിലൂടെ. 3, ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ വിസ്തീർണം കുറയ്ക്കുന്നതിലൂടെ. അടുത്തത്, ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ അതിരുകൾ മാറ്റുന്നതിലൂടെ. ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ പേര് മാറ്റുന്നതിലൂടെ. ഇവിടെ സ്റ്റേറ്റ് എന്ന വാക്കിൽ ഒരു കേന്ദ്രഭരണ പ്രദേശവും ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 2 പ്രകാരം പുതിയ സംസ്ഥാനങ്ങൾ, ആർട്ടിക്കിൾ 3 പ്രകാരം പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, പ്രദേശങ്ങൾ, അതിർത്തികൾ അല്ലെങ്കിൽ നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പേരുകൾ എന്നിവയിൽ മാറ്റം വരുത്തുന്നതിനോ പുതിയ സംസ്ഥാനങ്ങൾ സ്ഥാപിക്കുന്നതിനോ വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങൾ ഭരണഘടനയുടെ ഭേദഗതികളായി കണക്കാക്കേണ്ടതില്ലെന്നാണ് ആർട്ടിക്കിൾ 4 പ്രഖ്യാപിക്കുന്നത്.
ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് 1960 ബറുബാരി കേസ്. ആർട്ടിക്കിൾ 3 പ്രകാരം ഒരു സംസ്ഥാനത്തിന്റെ വിസ്തീർണം കുറയ്ക്കുന്നതിനുള്ള പാർലമെന്റിന്റെ അധികാരം ഇന്ത്യൻ പ്രദേശം ഒരു വിദേശ രാജ്യത്തിന് വിട്ടുകൊടുക്കുന്നതിന് നൽകുന്നില്ലെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനാ ഭേദഗതി ചെയ്താൽ മാത്രമേ ഇന്ത്യൻ പ്രദേശം ഒരു വിദേശ രാജ്യത്തിന് വിട്ടുകൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് ബറുബാരി കേസിൽ പറഞ്ഞത്? ആർട്ടിക്കിൾ 3 പ്രകാരം ഒരു സംസ്ഥാനത്തിന്റെ വിസ്തീർണം കുറയ്ക്കുന്നതിനുള്ള പാർലമെന്റിന്റെ അധികാരം ഇന്ത്യൻ പ്രദേശം ഒരു വിദേശ രാജ്യത്തിന് വിട്ടുകൊടുക്കുന്നതിന് നൽകുന്നില്ലെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനാ ഭേദഗതി ചെയ്താൽ മാത്രമേ ഇന്ത്യൻ പ്രദേശം ഒരു വിദേശ രാജ്യത്തിന് വിട്ടുകൊടുക്കാൻ സാധിക്കുകയുള്ളൂ. Thank you for watching.